ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാഗീസ് കിച്ചൺ. നമുക്ക് ഒരു സ്പെഷ്യൽ പ്രോൺസ് കറി ഉണ്ടാക്കിയാലോ നോക്കാം. വളരെ ടേസ്റ്റിയാണ്, വളരെ സോഫ്റ്റാണ്. എങ്ങനെയാണ് ഈ പ്രോൺസ് കറി ഉണ്ടാക്കുന്നത്? നമ്മൾ ഈ പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് 2 സവോള അരിഞ്ഞ് വഴറ്റുകയാണ്. അതോടൊപ്പം തന്നെ ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, വെളുത്തുള്ളി എല്ലാം ഇട്ട് വഴറ്റി നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് മറ്റു മസാല ഇടാം. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാം, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലിയാണ് ഇടാൻ പോകുന്നത്. കുറച്ച് മതി, കാരണം പച്ചമുളക് ഇനിയിപ്പോൾ കുരുമുളക് ഒക്കെ ഇടുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് മതി. ചെറിയൊരു കളർ വ്യത്യാസത്തിന് ഏകദേശം ഒരു 2 ടീസ്പൂൺ ഇടും. പിന്നെ ഒരല്പം മല്ലിപ്പൊടി വേണം, തിക്ക് കോട്ടിങ് ആവാനായിട്ടാണ്. ഇനി ഞാൻ പെപ്പർ പൗഡർ ഇടുവാണ്. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് ഇതൊന്ന് ഇതിനൊന്ന് മിക്സായി കഴിയുമ്പോൾ നമുക്ക് ടൊമാറ്റോ ഇടാം. ഉപ്പൊക്കെ ഞാൻ നേരത്തെ സവോള വഴറ്റിയപ്പോൾ ഇട്ടിരുന്നു, പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇടാം. അപ്പോൾ ഇത് ഇങ്ങനെ ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ നമുക്കൊന്ന് മൂടി വെക്കാം. അല്പം ചിക്കൻ മസാല വേണമെങ്കിൽ നമുക്ക് ഇതിനോടൊപ്പം ആഡ് ചെയ്യാം. ടൊമാറ്റോ ഇടാം. ഇതിനൊന്ന് ആവട്ടെ. അല്പം നേരം മൂടി വെക്കാം. ഇതിൽ തന്നെ വെള്ളം ഇറങ്ങി വീഴുന്നുണ്ട്. ഇതൊന്ന് സെറ്റാകാനായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് പറ്റി വരുന്ന സമയത്ത് വേവിക്കുക. ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ പുളിയൊന്നും ചേർക്കുന്നില്ല, ടൊമാറ്റോയുടെ പുളി തന്നെ മതിയാവും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം. ഗൈസ്, നമ്മുടെ പ്രോൺസ് റോസ്റ്റ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നത് ഭയങ്കര ടേസ്റ്റാണിത്. എൻ്റെ ആ പച്ച വെളിച്ചെണ്ണയുടെ ഫ്ലേവറൊക്കെ കൊണ്ടുവന്ന് വരുമ്പോൾ ശരിയാണ്. ഇതാ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഒരല്പം തേങ്ങാപ്പാലോട് ഒഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം. എന്താ റോസ്റ്റ് ആണെങ്കിൽ റോസ്റ്റ്, അല്ല തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്താൽ സൂപ്പറായിരിക്കും. ഞാനൊരു അല്പം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കാണിക്കാം കേട്ടോ. ഇതിനകത്ത് ഏറ്റവും ടേസ്റ്റിയായിട്ട് എനിക്ക് തോന്നിയെന്നറിയാം, വളരെ സോഫ്റ്റായി നമ്മുടെ ചെമ്മീൻ. അതായത് കൂടുതലിട്ട് വേവിക്കാതെ റബ്ബർ പോലെ ആക്കിയാണ് സാധാരണ നമ്മളൊക്കെ എല്ലാവരും എടുക്കുന്നത്. പക്ഷേ അധികം വേകരുത്, ജസ്റ്റ് ഒരു 5 മിനിറ്റ്സേ വേവിക്കാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അങ്ങനെ ഒന്ന് വേവിച്ച് നോക്കി എത്ര സോഫ്റ്റാണെന്നറിയാം. അതിൻ്റെ ആ ടേസ്റ്റും ടെക്സ്ചറും അതിൻ്റെ ആ ഫ്ലേവറും, അതായത് ആ ചെമ്മീൻ്റെ റിയൽ ഫ്ലേവറൊക്കെ അതിനകത്തേക്ക് ഇറങ്ങും. അതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കണേ. നമുക്കിനി കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നോക്കാം. ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അത് വെറുതെ ഉള്ള വെള്ളത്തിൽ കലക്കി ഒഴിച്ചാൽ മതി. ചൂടുവെള്ളം വേണമെന്നൊന്നുമില്ല. നല്ല എത്ര തിക്നെസ് വേണോ അതനുസരിച്ച് നമുക്ക് ആഡ് ചെയ്താൽ മതി വാട്ടർ. ഈ തേങ്ങാപ്പാൽ പൊടിക്കകത്തേക്ക് KLFൻ്റെ തേങ്ങാപ്പാൽ പൊടിയാണ് ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ഇതും കൂടെ ഭയങ്കര ടേസ്റ്റാണ്. ഇത്രയും നാളും ഇങ്ങനെ ഒരു രീതിയിൽ ഞാൻ വെച്ചിട്ടില്ല. കുറച്ച് മുളക് പൊടി കൂടുതലൊക്കെ ഇട്ടാണ് ചെയ്യുന്നത്. ഇത് അധികം ഒന്നും മുളക് പൊടിയോ ഒന്നും അത് കൂടുതൽ ഫ്ലേവറൊന്നുമില്ല. അതായത് മസാലക്കൂട്ട് ഒരുപാട് ചേരാൻ പാടില്ല. നമ്മുടെ ആ ചെമ്മീൻ്റെ ശരിയായ ടെക്സ്ചറും ഫ്ലേവറും ഒക്കെ വേണം, അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കുമല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി റെസിപ്പിയും കൂടെ നോക്കാം, എങ്ങനെയാണ് എന്തൊക്കെ ആഡഡ് ഫ്ലേവറോട് ചേർത്തുന്നത്. അങ്ങനെ ഞാനിതിലേക്ക് നമ്മൾ ഇടിച്ച മസാല ഒരല്പം ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഫ്ലേവറിന് എന്താ സ്മെല്ലെന്നറിയാമോ? ഒരു രക്ഷയില്ല. ഇത് അടിപൊളിയായിട്ട് ഇടിയപ്പത്തിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെയും കൂടെയൊക്കെ സൂപ്പറാണ്. ചോറിൻ്റെ കൂടെ അതി രുചിയായിട്ട് കഴിക്കും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. വീണ്ടും മറ്റൊരു നല്ലൊരു പാട്ടാണ്. താങ്ക് യു ഫ്രം മാഗീസ് കിച്ചൺ.
നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.